2029 ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുന്നത്. ഉം. ഇനിയും വർഷം കിടക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് പ്രതീക്ഷിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ഉം. നമുക്കറിയാം, വലിയ പ്രക്ഷോഭങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട BJPക്ക് ചില ഇടിവുകൾ ഉണ്ടായിട്ടുള്ളതായിട്ടും പറയപ്പെടുന്നുണ്ട്. ഉം. ഉണ്ടായിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. ഇപ്പോ കേരളത്തിൽ നിന്നൊരു വാർത്ത വരുന്നത്, അതായത് BJPയുടെ പ്രവർത്തനങ്ങൾ തുടങ്ങി 2029 ഉം. ലോക്സഭാ തിരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള കരുനീക്കങ്ങൾ തുടങ്ങി. ഇതിൽ രാജീവ് ചന്ദ്രശേഖറും ഒക്കെ പല മണ്ഡലങ്ങളും ഒക്കെ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന BJP സംസ്ഥാന അധ്യക്ഷനെ കുറിച്ച് കൂടിയാണ്. അദ്ദേഹത്തിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ BJPയിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. അദ്ദേഹത്തെ മാറ്റേണ്ട സമയമായി എന്നുള്ളത് വരെ പറയുന്നുണ്ട്. അപ്പോ വീണ്ടും ഒരു ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് കരുക്കൾ നീക്കാൻ അദ്ദേഹം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം കേന്ദ്രം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ തീരുമാനമെടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും അമിത്ഷാ ശരിയായിട്ട് ഇദ്ദേഹത്തെ പഠിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അദ്ദേഹം BJPയിൽ നിന്ന് പണം ഉണ്ടാക്കേണ്ട ഒരു സാഹചര്യവുമില്ല. വാസ്തവത്തിൽ അദ്ദേഹം പണം മുടക്കി BJPയെ സഹായിക്കുകയാണ്. നല്ല രീതിയിൽ അദ്ദേഹം പണം മുടക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ തമ്പാനൂർ തന്നെയുള്ള ഹൈസിന്ത് ഹോട്ടൽ മുഴുവനായിട്ട് വാടകയ്ക്ക് എടുത്തുകൊണ്ട് ആൾക്കാർക്ക് ചായ, അവിടുത്തെ ചായയുടെയൊക്കെ വില അറിയാമല്ലോ, 5 സ്റ്റാർ ഹോട്ടലിന്റെ വിലയിലാണ് ചായ, അതുപോലെ തന്നെ ചെറുകടികളൊക്കെ അവർക്ക് വേണ്ടിയിട്ട് കരുതി വെച്ചുകൊണ്ട് അവിടെ തുറന്ന ചർച്ച ആർക്കും പങ്കെടുക്കാവുന്ന, നമ്മുടെ ലണ്ടനിലെ ഹൈഡ് പാർക്കിലെ പോലെ ആർക്കും വന്ന് അഭിപ്രായം പറയാവുന്ന ഒരു അന്തരീക്ഷം അദ്ദേഹം സൃഷ്ടിച്ചു. ജയത്തിന്റെ പടിവാതിൽക്കൽ എത്തിയതാണ്. വാസ്തവത്തിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഇപ്പോഴല്ല അവർ ഒരുക്കങ്ങൾ തുടങ്ങിയത്. രാജീവ് ചന്ദ്രശേഖർ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നുള്ളത് നേമത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കിയപ്പോൾ തന്നെ തീരുമാനിച്ചപ്പെട്ട കാര്യമാണ്. നിയമം എന്ന് പറയുന്നത് ഇതിന്റെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് മാത്രമായിരുന്നു. ആ ലിറ്റ്മസ് ടെസ്റ്റിൽ ഇദ്ദേഹം വിജയിച്ചു. ടെസ്റ്റ് വിജയിച്ചു. അദ്ദേഹം ഈസ് ക്വാളിഫൈഡ് ഫോർ, ഈസ് നൗ എലിജിബിൾ ഫോർ കണ്ടസ്റ്റിംഗ് ഫ്രം തിരുവനന്തപുരം പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസി. നേരത്തെ കണ്ടസ്റ്റ് ചെയ്തിരുന്നു. നേരിയ ഒരു വ്യത്യാസത്തിലാണ് പോയത്. കാരണം BJP ജയിക്കില്ല ഇവിടെ എന്നുള്ള ഒരു പൊതുധാരണയുടെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ മാറിക്കഴിഞ്ഞു. ഒന്നാമത് കോർപ്പറേഷൻ പിടിച്ചടക്കി. BJP വിചാരിച്ചാലും ചിലത് നടക്കും. നിയമം പിടിച്ചു. ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് തന്നെ കഴക്കൂട്ടം പിടിച്ചു. 2 മണ്ഡലങ്ങൾ തിരുവനന്തപുരത്തു നിന്നും, തൊട്ടടുത്തുള്ള കൊല്ലം ജില്ലയിൽ നിന്നുള്ള ചാത്തന്നൂരും പിടിച്ചടക്കി. അത് ചാത്തന്നൂർ എന്ന് പറയുന്നത് പ്രായേണ തിരുവനന്തപുരം ജില്ലയോട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആ കൊല്ലത്തിന്റെ മുഴുവൻ ചുമതല ചാത്തന്നൂരിലെ സാമ്പിൾ വെടിക്കെട്ടിൽ അദ്ദേഹം ജയിച്ചത് കൊണ്ട് BB ഗോപകുമാർ എന്ന് പറയുന്ന അവിടുത്തെ അത്ഭുത ജായിന്റ് കില്ലർക്ക് കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്തിന്റെ മുഴുവൻ ചുമതലയും കൊടുത്തിരിക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖർ പണ്ട് യൂട്യൂബ് ചാനലുകൾക്കൊക്കെ അഭിമുഖം കൊടുത്തിരുന്നു. ഇപ്പൊ അതെല്ലാം നിർത്തിവെച്ചിരിക്കുകയാണ്. പറയുന്നത് പോലെ എന്തെങ്കിലും പറഞ്ഞാൽ അത് കോൺട്രവേഴ്സി ആകുന്ന വലിയ അപകടമാണ്. ഇതേ ഒരു കാര്യം മുൻനിർത്തി തന്നെയാണ് കഴിഞ്ഞ ദിവസം KS രാധാകൃഷ്ണൻ പറഞ്ഞത് ശരി തന്നെയാണ്. ഈശാ സഭയുടെ ചില അധ്യക്ഷന്മാരും ഈ സമരം അങ്ങോട്ട് വിജയിപ്പിച്ചിട്ട് മോദിയെ അങ്ങോട്ട് പിടിച്ചു മാറ്റി നമ്മുടെ FCRA ഇന്ത്യയിലേക്ക് കൊണ്ടുവരാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി അവിടെ സമരം ചെയ്തിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞതിന്, KS രാധാകൃഷ്ണൻ പറഞ്ഞതിന് BJP മുഖവിലേക്ക് എടുത്തിട്ടില്ല. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം തള്ളി. BJPക്ക് അറിയാം, RSSകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം ഇവരുടെയൊക്കെ താല്പര്യങ്ങൾ ഇന്നതാണെന്നുള്ളത്. പക്ഷെ അത് പറയുന്നത് ശരിയല്ല. കാരണം എന്താണ്? കേരളത്തിലെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ഒന്നാണ്. ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടേതാണ്. മറ്റുള്ളവർക്ക് വലിയ കാര്യമൊന്നുമില്ല. കാരണം പല പാർട്ടികളിലായിട്ട്, പല മുന്നണികളിലായിട്ട് വിഘടിച്ചു നിൽക്കുന്നു. അപ്പോൾ വോട്ട് കിട്ടണമെങ്കിൽ ക്രിസ്ത്യാനികളുടെയും അതുപോലെ മുസ്ലിങ്ങളുടെയും പോലും പിന്തുണ വേണം. അപ്പൊ അതൊരു കാര്യത്തിലാണ് അവർ നിശബ്ദത പാലിക്കുന്നത്. അതുപോലെ തന്നെയാണ് TG മോഹൻദാസിന്റെ കാര്യത്തിലും. അദ്ദേഹം പറഞ്ഞത് കൂടെ ഒന്ന് പറയാം ഈ അവസരത്തിൽ. അദ്ദേഹം പറഞ്ഞത് ഞാൻ ആദ്യത്തെ ടേക്കിൽ തന്നെ കണ്ടതാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, അതായത് ഞാൻ ഒരു ഭരണാധികാരിയായിരുന്നു എങ്കിൽ ഞാൻ ആദ്യം നിരോധനാജ്ഞ പുറപ്പെടുവിക്കും, അവർക്ക് സമയം കൊടുക്കും. ആ നിരോധനാജ്ഞ ലംഘിച്ചാൽ അപ്പോൾ വെടിവെക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി, പെർമിഷൻ വേണം, അതെല്ലാം ചെയ്ത് നിയമപരമായിട്ട് ചെയ്യും. ഇത് നടക്കാറുള്ള കാര്യം തന്നെയാണ്. അദ്ദേഹം ആരെയെങ്കിലും കൊല്ലും എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഇങ്ങനെയായിരുന്നു. ഇത് മഹാത്മാഗാന്ധിയും പണ്ട് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു ഏകാധിപതി ആയിരുന്നുവെങ്കിൽ ഇന്ത്യയിൽ എമ്പാടും
മദ്യ നിരോധനം നടപ്പാക്കിയത് എന്ന് പറഞ്ഞ പോലെ സാങ്കല്പികമായിട്ടുള്ള ഒരു കാര്യത്തിന് ഉത്തരം പറയുകയും ചെയ്തിട്ടുള്ളൂ. തീർച്ചയായിട്ടും വേറൊരു ഭാഗത്ത് അദ്ദേഹം ഇടതുപക്ഷ സംഘടനയിൽപ്പെട്ട പെൺകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നു അർത്ഥത്തിലൊന്ന് പറഞ്ഞു. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. നമ്മൾ അങ്ങനെ ഇവിടെ ഉള്ളവരെല്ലാം അങ്ങനെയുള്ള ആൾക്കാരാണെന്ന് പറയാൻ പറ്റില്ല. നല്ല ക്യാരക്ടറുള്ള ആൾക്കാർ അതിനകത്ത് തന്നെ ഉണ്ട്. എല്ലാവരും ചിലർ മറ്റുള്ള പാർട്ടികളിലും ഉണ്ടാവാം. ഇതുപോലെ തന്നെ ചിലപ്പോ അങ്ങനെ എന്നാലും പറയുന്നത് ശരിയല്ല. സ്ത്രീകൾ ഒരു ശരിയല്ല. ഒരു സ്ത്രീയും ബലാത്സംഗം ചെയ്യപ്പെടാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ ആഗ്രഹിക്കുന്ന സ്നേഹമാണെന്ന് കരുതിയിരിക്കുന്ന ഒരാളാണ്. ഞാനൊരു വലിയൊരു എന്താ പറയുന്നത് ശാസ്ത്രജ്ഞനോ അങ്ങനെ സാമൂഹിക ശാസ്ത്രജ്ഞനോ ഒന്നുമല്ല. എൻ്റെ ഒരു ധാരണ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യം, ആണുങ്ങളെ പോലെ ഇക്കാര്യത്തിൽ അത്ര അമിതമായിട്ടുള്ള ആവേശവും സ്ത്രീകൾക്ക് ഇല്ലെന്നുള്ള കാഴ്ചപ്പാട്. അതെന്തുമായിക്കോട്ടെ, നമ്മുടെ വിഷയം അതല്ല. വിഷയത്തിലേക്ക് വന്ന ടി ജി മോഹൻദാസ് RSSന്റെ കറ തീർന്ന നേതാവാണ്. കാര്യങ്ങളൊക്കെ വളരെ വൈകാരികമല്ലാതെ വിവേകപരമായിട്ട് അനലൈസ് ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിനെയും തള്ളിപ്പറഞ്ഞു. തള്ളിപ്പറഞ്ഞു. BJP തള്ളിപ്പറഞ്ഞു, RSSും തള്ളിപ്പറഞ്ഞു. അവർ രണ്ടും യോജിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ RSS എടുത്ത നിലപാട് കുറച്ചുകൂടെ ഈ രാഷ്ട്രീയമല്ലാത്ത നിലപാട്. അതുപോലും അവര് പോലും അംഗീകരിക്കുന്നില്ല. കാരണം എല്ലാ മതങ്ങളെയും എല്ലാ മതത്തിൽപ്പെട്ടവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ള ഒരു രീതിയാണ് അതിന്റെ 100ാം വാർഷികത്തിൽ കേരളത്തിലും അവരെടുത്തിരിക്കുന്നത്. അപ്പൊ ഈ RSSന്റെ ശക്തി ഉണ്ടെങ്കിലേ BJPക്ക് ജയിക്കാൻ പറ്റൂ. ഏറ്റവും വലിയ ശക്തിയായിട്ടുള്ള അവരാണ്. അപ്പൊ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അവരുടെ നയം. കേരളത്തിൽ BJPക്ക് ജയിക്കണമെങ്കിൽ ശക്തമായിട്ടുള്ള ഒരു ഘടക കക്ഷിയുടെ പിന്തുണ. ഇപ്പോഴത്തെ BDGS ഒന്നും അത്ര ശക്തമല്ല. 2020 പാർട്ടിക്കും അത്ര ശക്തിയില്ലെന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തെളിച്ചു. ശക്തമായിട്ടുള്ള ഒരു കക്ഷിയുടെ സഹായം വേണം. ആ ശക്തമായ കക്ഷിയെ കൊണ്ടുവരിക എന്നുള്ളത് BJPക്ക് അസാധ്യമായ കാര്യമൊന്നുമല്ല. ഇന്നത്തെ നിലയ്ക്ക് 3 സീറ്റ് കിട്ടിയിരിക്കുകയാണ്, ഒരു MP സ്ഥാനവും കിട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിലൂടെ തന്നെ. അത് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമില്ല. അത് ചെയ്യാനുള്ള സാഹചര്യം ഇപ്പൊ കേരളത്തിലുണ്ട്, രാഷ്ട്രീയ സാഹചര്യം. കാരണം പ്രതിപക്ഷത്ത് CPMന്റെ പക്ഷത്ത് ഉള്ള ഏതെങ്കിലും ഒരു ഘടകകക്ഷിയെ കൊണ്ടുവരിക എന്നുള്ളത് അത്ര പ്രയാസമുള്ള കാര്യമല്ല. CPMനോട് ഇപ്പൊ ചേർന്ന് നിൽക്കുന്ന ഞാൻ പറയുന്നത് മാണി കേരള കോൺഗ്രസിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്ന് പറയുന്ന വലിയൊരു പ്രശ്നമുള്ള കാര്യമല്ല. ഇപ്പൊ ഇവര് സംസ്ഥാനത്ത് തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, തൃശൂർ എന്നീ 6 പ്രധാന മണ്ഡലങ്ങളാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പൊ സ്ഥാനാർത്ഥി നിർണയത്തിലും തന്ത്രങ്ങളിലും ഒക്കെ വളരെ വ്യക്തതയോടുകൂടി തന്നെ മുന്നേറും എന്നുള്ളതാണ്. അത് സ്ഥാനാർത്ഥി നിർണയത്തിലൊന്നും BJPക്ക് പാളിച്ച പറ്റിയെന്ന് ഞാൻ കരുതുന്നില്ല. 2020ക്ക് ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ കൊടുത്തത് ഒരു വലിയ തിരിച്ചടിയായെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നുണ്ട്. അപ്പോ ഇതില് ആലപ്പുഴയിലെ ശോഭാ സുരേന്ദ്രൻ തന്നെ വീണ്ടും BJP സ്ഥാനാർത്ഥിയായി ജനവിധി തേടാനുള്ള സാധ്യത പറയുന്നുണ്ട്. ആലപ്പുഴയിൽ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് നമുക്കറിയാം എങ്ങനെയാണ് എന്നുള്ളത്. പിന്നീട് തിരുവനന്തപുരം മണ്ഡലത്തിന്റെ പ്രധാന ചുമതല BJP സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരന് തന്നെ നൽകുകയും ചെയ്തിട്ടുണ്ട്. മുൻ അധ്യക്ഷനായിട്ടുള്ള K സുരേന്ദ്രൻ ആറ്റിങ്ങലില് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ശക്തമാക്കും. തൃശൂരിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കാണ് പാർട്ടി ചുമതല കൊടുക്കുന്നത്. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അനൂപ് ആന്റണിക്കാണ് പത്തനംതിട്ടയുടെ ചുമതല. യുവമോർച്ചയുടെ പ്രഭാരി സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അത് ഇതിനു വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. പിന്നെ കൊല്ലം മണ്ഡലത്തിലെ സംഘടനാ ചുമതലയും സ്ഥാനാർത്ഥി സാധ്യതയും BB ഗോപകുമാറിനാണ്. കൂടാതെ V മുരളീധരൻ, അദ്ദേഹം ഇത്തവണ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യത കുറവാണ് എന്നുള്ള റിപ്പോർട്ടുമാണ് വന്നിരിക്കുന്നത്. ഇതിൽ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്നത് BJPക്ക് പ്രതീക്ഷ വെക്കാവുന്ന ഒരു കാൻഡിഡേറ്റ് ആണ്, തീപ്പൊരിയാണ് എന്നൊക്കെ പറയുമ്പോഴും കഴിഞ്ഞ തവണ പാർട്ടിക്കാർ തന്നെ കാലുവാരി എന്നുള്ളൊരു വാർത്തയും അപഖ്യാതി കൂടിയുണ്ട്. അപ്പോ ഇതിനെ എങ്ങനെയായിരിക്കും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ BJP നേരിടുന്നത്? അത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത് വാസ്തവത്തിൽ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും അനൂപ് ആന്റണിയാണ്. അനൂപ് ആന്റണി എന്ന് പറയുന്ന ശരിക്കും ജൻസിയിൽപ്പെട്ട ആളെന്ന് നമുക്ക് കരുതാവുന്ന ഒരാള് വളർച്ച വളരെ വേഗത്തിലായിരുന്നു. വളരെ വേഗത്തിലുള്ളൊരു വളർച്ചയാണ് അദ്ദേഹത്തിന് ഉണ്ടായത്. BJPയിൽ അദ്ദേഹത്തിന്റെ വളർച്ച അപ്ഗ്രഡേഷൻ വളരെ വേഗത്തിലാണ് വന്നത്. അതിന്റെ ഫലവും ഉണ്ടായി. മോദി കണ്ടെടുത്ത ഒരു മുത്താണ് ഈ അനൂപ് ആന്റണി എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. തിരുവല്ലയിൽ BJPയുടെ മുന്നണിയെ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്തേക്ക് കൊണ്ടുവന്നിരുന്നു. വലിയൊരു മികച്ച തിരുവല്ല എന്ന് പറയുന്ന സ്ഥലത്തിന്റെ ഡെമോഗ്രഫി അറിയാവുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അത്ഭുതമാണ് BJP അവിടെ നേടിയത്. 2ാം സ്ഥാനത്ത് ജയത്തിന്റെ വക്കിലെത്തിച്ചു. ഒരു പക്ഷേ ആ UDF തരംഗമില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ജയിച്ചു പോയിനെ അവിടെ. ഇപ്പോ
തിരുവല്ല കൂടി ഉൾപ്പെടുന്ന പത്തനംതിട്ടയുടെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുക. ഇത് വളരെ സാർത്ഥകമാണ്, ശരിയായ തീരുമാനമാണ്. കാരണം LDF ഭരണം മടുത്തിട്ടാണ് UDF-നെ തേരിലേറ്റിയത്. കാരണം BJP ജയിക്കാൻ വകയില്ല. ഇപ്പൊ BJP-യുടെ അനൂപ് ആന്റണി അവിടെ കാണിച്ചു കൊടുത്തിരിക്കുന്നത് തിരുവല്ലയിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷമായ പത്തനംതിട്ടയിലും BJP-ക്ക് സ്കോപ്പുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ ജൻസിയുടെ ഊർജം മുഴുവൻ ഉൾക്കൊള്ളുന്ന ആളാണ്. പോസിറ്റീവ് ഊർജം, നെഗറ്റീവ് അല്ല. ആ ഊർജം ഉച്ചം വളരെ മിടുക്കനാണ് അദ്ദേഹം. എന്താ ഇപ്പൊ തിരുവല്ലയിൽ ചെയ്യുന്നത്? തോറ്റു കഴിഞ്ഞിട്ടും അവിടെ സ്വന്തമായിട്ടൊരു ഓഫീസ് വെച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണ് ലഭ്യമാക്കിയിട്ടുള്ളത് അതായത് നിങ്ങൾക്ക് കിട്ടുന്നത്. ഉദാഹരണത്തിന് ആയുഷ്മാൻ പദ്ധതി, സൗജന്യമായിട്ട് 5 ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടുന്ന കാര്യത്തെക്കുറിച്ച് നാട്ടിലെ ആർക്കും അറിയില്ല. എന്തെങ്കിലും അസുഖം വന്നാൽ ഇങ്ങനെ പണപ്പിരിവുമായിട്ട് നടക്കുകയാണ് പാവപ്പെട്ടവര്. ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അവർ നേരെ ആശുപത്രിയിൽ പോയാൽ മതി, അവിടെ സൗജന്യമായിട്ട് 5 ലക്ഷം രൂപ വരെ ചികിത്സ കിട്ടും. പലർക്കും അറിയില്ല. ഈ കാര്യങ്ങൾ ബോധവൽക്കരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. BJP-യുടെ ഒരാളും ചെയ്യാത്ത ഈ കാര്യം ഏറ്റെടുത്ത് നടത്തുന്ന ആളാണ് അനൂപ് ആന്റണി. മറ്റൊന്ന്, നമുക്ക് ശോഭാ സുരേന്ദ്രൻ പറയാൻ പറ്റത്തില്ല. പ്രജിത പറഞ്ഞതുപോലെ തന്നെ അവിടെ ശോഭ ഉണ്ടാക്കും പാർട്ടിക്ക്, സംശയമൊന്നുമില്ല. തീപ്പൊരിയാണ്. കഴിഞ്ഞ പ്രാവശ്യം ചില അബദ്ധങ്ങൾ ആലപ്പുഴക്കാരിക്കാരനൊരു പാർട്ടിക്കാരിയാണ് നടത്തിയത്. ആ ആലപ്പുഴയിൽ തന്നെ അതിൻ്റെ പ്രതികാരം ചെയ്തുകൊണ്ട് അവർ തിളങ്ങണം, വിജയിക്കണം. കാരണം നമുക്ക് വനിതകൾ ആവശ്യമാണ് പാർലമെന്റിൽ. ഇനിയിപ്പോൾ അവരുടെ സംഖ്യ കൂടാൻ പോവുകയാണ്. ആ 1/3 ഭാഗം വനിതകളായിരിക്കും. ഒരു താരശോഭ വേണമെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഇവർ വേണം, കാര്യങ്ങൾ നടപ്പാക്കുകയും വേണം. ആറ്റിങ്ങലിലെ എനിക്കറിയില്ല കെ സുരേന്ദ്രൻ എന്തുകൊണ്ടാണ് നിർത്തിയെന്ന് അറിയില്ല, പക്ഷെ പറയാൻ പറ്റില്ല. കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മുരളീധരൻ ഇപ്പൊ ഇവിടെ വന്നിട്ട് നല്ല പ്രകടനം കാഴ്ചവെച്ച് കഷ്ടിച്ച് ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ കാര്യമല്ലേ? തോൽക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയല്ലേ? 238 വോട്ടിനാണെങ്കിലും അവിടെ വിജയം കൊയ്തിരിക്കുന്നു CPM-ന്റെ കോട്ടയിൽ. വലിയൊരു അത്ഭുതമാണ്. അതുപോലുള്ള അത്ഭുതങ്ങൾ അദ്ദേഹത്തിനും ചിലപ്പോൾ കാണിക്കാൻ കഴിയും. കഴിഞ്ഞ പ്രാവശ്യവും അദ്ദേഹം കാസർഗോട്ട് എന്താ ചെയ്തത്? ജമാഅത്തെ ഇസ്ലാമി നടത്തിയ ചതി കൊണ്ട്, SDPI നടത്തിയ ചതി കൊണ്ടും മാത്രമാണ് തോറ്റുപോയി. അവരത് ചതി ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവിടെ ഈ BJP-കാരൻ RSS-കാരൻ ജയിക്കരുത് എന്നുള്ളതാണ്. അത് BJP-യെയും RSS-നെയും കുറിച്ചുള്ള തെറ്റിദ്ധാരണകളുണ്ടാകും. ആ തെറ്റിദ്ധാരണ നീങ്ങിക്കഴിഞ്ഞാൽ ഇസ്ലാം സമൂഹം വോട്ട് ചെയ്യും, UP-യിലും ഒക്കെ വോട്ട് ചെയ്യുന്നത് പോലെ. കാരണം സബ്കെ വികാസ്, പ്രീണനമില്ല എന്നുള്ളതാണ്. പ്രീണനം കൊണ്ട് മടുത്ത ജനങ്ങളാണ് BJP-ക്ക് കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചെയ്തത്. ആ പ്രീണനത്താൽ മടുത്ത ജനങ്ങൾ തന്നെ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർഗീയതയുടെ പ്രീണനമില്ലാത്ത തരത്തിലുള്ള വിജയങ്ങൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ടാകും. ഉദാഹരണത്തിന് ഇപ്പൊ സുരേഷ് ഗോപി തന്നെ ക്രിസ്ത്യൻ ഭൂരിപക്ഷമുള്ള തൃശ്ശൂർ മണ്ഡലത്തിലാണ് വിജയിച്ചത്. അതുപോലുള്ള വിജയങ്ങൾ ആവർത്തിക്കണമെങ്കിൽ ആ സമുദായങ്ങളെ പ്രകോപിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് KS രാധാകൃഷ്ണനെ തള്ളിയും TG മോഹൻദാസിനെയും തള്ളിയും BJP നിലപാടുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് 2029 തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള ഒരു മണ്ണൊരുക്കലാണ്.